ഏരിയ ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിനെ പറ്റിയാണ്. നിങ്ങൾ ആരെങ്കിലും റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിനെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്? നല്ലതാ. ഓക്കെ, അപ്പൊ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. എന്തൊക്കെയാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, ഏതൊക്കെ രീതിയിലാണ് എറേഴ്സ് ഉണ്ടാവുക എന്നുള്ള കേസുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഇഫ് എനി ബുക്ക് ഓഫ് അക്കൗണ്ട്, അതായത് എനി ബുക്ക് ഓഫ് അക്കൗണ്ട് ഹാവ് നോട്ട് ഫോളോവഡ് എനി ഓഫ് ദ ബേസിക് എലമെന്റ്സ് ഓഫ് കറക്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അക്കൗണ്ടിങ്ങിന്റെ കറക്റ്റ് അക്കൗണ്ടിങ്ങിന്റെ, അതായത് ശരിയായ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് എലമെന്റ്സ് ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യാതെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി ആൻ എറർ. അപ്പോൾ നമ്മൾ എന്ത് പറയും? there will be an എറർ ഉണ്ടെന്ന് പറയും. ഓർ മിസ്റ്റേക്ക്, എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ബേസിക് എലമെന്റ്സ് ഓഫ് കറക്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എറർ ഉണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ബേസിക് എലമെന്റ്സ് ഓഫ് കറക്റ്റ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. ബേസിക് എലമെന്റ്സ് ഓഫ് കറക്റ്റ് അക്കൗണ്ടിങ്: ഓൾ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് മസ്റ്റ് ബി റെക്കോർഡഡ്. ഓക്കെ അല്ലേ? എല്ലാ ട്രാൻസാക്ഷനും ഇവന്റും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. വി ഷാൽ ടേക്ക് ആൻ എക്സാമ്പിൾ. അനിറ്റ എന്ന് പറയുന്ന ആൾ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോ അനിറ്റ ആ കമ്പനിയിൽ ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിന് അവിടുത്തെ മാനേജർ അനിറ്റയുടെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ഒരു 100 രൂപ എടുത്തുകൊണ്ടുപോയി. അനിറ്റ അറിഞ്ഞില്ല, അനിറ്റ അത് എഴുതിയില്ല. അപ്പോ ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെ പാടില്ല. എല്ലാ ട്രാൻസാക്ഷനും ഇതിന്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് മസ്റ്റ് ബി റെക്കോർഡ് ഇൻ കറക്റ്റ് ബുക്ക് ഓഫ് എൻട്രി. ബുക്ക് ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സിഡിയറി ബുക്കാണ്. അതായത് കറക്റ്റ് സബ്സിഡിയറി ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. സെയിൽസ് ചെയ്തത് സെയിൽസ് ഡേ ബുക്കിൽ, ക്രെഡിറ്റ് ചെയ്തത് സെയിൽസ് ഡേ ബുക്കിലാണ് എഴുതേണ്ടത്. ചുമ്മാ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോ കറക്റ്റ് സബ്സിഡിയറി ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അടുത്തത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് മസ്റ്റ് ബി റെക്കോർഡഡ് ബൈ ഡബിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, ഒരു ഡെബിറ്റിന് എന്തുകൂടി വേണം? ഒരു ക്രെഡിറ്റ് കൂടി വേണം. ഡെബിറ്റിൽ 100 രൂപ ഉണ്ടെങ്കിൽ ക്രെഡിറ്റിലും 100 രൂപ വേണം. ഒരു ജേണൽ എഴുതുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ആൻഡ് ബൈ ഫോളോവിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ഒക്കെ എപ്പോഴും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അടുത്തത്, ഓൾ എൻട്രീസ് മസ്റ്റ് ബി ഫുള്ളി ആൻഡ് കറക്റ്റ്ലി പോസ്റ്റഡ് ടു ലെഡ്ജർ. ഇനി ജേണലിൽ എഴുതുന്ന സബ്സിഡിയറി ബുക്കിൽ എഴുതുന്ന എല്ലാ എൻട്രീസും ലെഡ്ജറിലേക്ക് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതിനകത്ത് പകുതി എഴുതിയില്ല. സപ്പോസ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 450, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 50 ടു ആരാണ്? സുൽത്താന എന്ന് പറയുന്ന ഒരു എൻട്രി നമ്മളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ക്യാഷ് അക്കൗണ്ടിൽ 450 എഴുതി, സുൽത്താന അക്കൗണ്ടിൽ 500 എഴുതി, ഡിസ്കൗണ്ട് എഴുതാൻ വിട്ടുപോയി. ഡിസ്കൗണ്ടിനെ ആർക്ക് കൊടുത്തു? പള്ളി കൊടുത്തു. ഓക്കെ, പാടില്ല. ഓക്കെ, അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോ ആൻഡ് there must be an arithmetical accuracy. എന്തുണ്ടാവണം? അരിത്തമെറ്റിക്കൽ അക്യുറസി ആവണം. എന്താണ് അരിത്തമെറ്റിക്കൽ അക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്ന ഫിഗർ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. കൂട്ടി നോക്കിക്കഴിഞ്ഞാലും, കുറച്ച് നോക്കിക്കഴിഞ്ഞാലും, ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാലും, ഹരിച്ചു നോക്കിക്കഴിഞ്ഞാലും എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. അരിത്തമെറ്റിക്കൽ അക്യുറസി ഉണ്ടാവണം. അല്ലാതെ തോന്നുന്ന മാതിരി എഴുതി വെക്കാൻ പാടില്ല. ഓക്കെ ആണോ? ബേസിക് എലമെന്റ്സ് ഓഫ് കറക്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് എലമെന്റ്സ് ഓക്കെ ആണോ? ഓക്കെയാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അപ്പോ ഈ പറയപ്പെട്ട ബേസിക് എലമെന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ there should be an error in the books of accounts. എന്തുണ്ട്? എറർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ആ എറേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ആ എറേഴ്സ് 3 തരത്തിലാണ്. അതിൽ ഒന്നാമത്തത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ ഇൻ അപ്ലൈ some accounting principle. It is a double-sided error and it will not affect the agreement of trial balance. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, സപ്പോസ് വി ഷാൽ ടേക്ക് ആൻ എക്സാമ്പിൾ. അനിറ്റ എന്ന് പറയുന്ന അക്കൗണ്ടന്റ് ആ അക്കൗണ്ടന്റ് ഒരു അസറ്റ് വാങ്ങിയപ്പോൾ
അസറ്റ് 50,000 രൂപയ്ക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിയെന്ന് വിചാരിക്കുക. 50,000 രൂപയ്ക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോ അസറ്റിന് എൻട്രി സാധാരണ കറക്റ്റ് എൻട്രി എന്താ വരേണ്ടത്? അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 50,000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ ഇനി അതിന് പകരം അനിറ്റ എന്തെഴുതി? അനിറ്റ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ റോങ് എൻട്രി ഒരെണ്ണം എഴുതി വെച്ചു. അസറ്റ് വാങ്ങിയതാണെന്ന് അനിറ്റയ്ക്ക് അറിയില്ലായിരുന്നു. അനിറ്റ എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 50,000 ടു ക്യാഷ് 50,000 എന്ന് അനിറ്റ എഴുതി വെച്ചു. ഓക്കെ, ക്യാഷ് രണ്ടിടത്തും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണ്. അസറ്റ് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? പർച്ചേസ് ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്, 50,000 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി? ഒരു ഡെബിറ്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് ഉണ്ട്, ടു സൈഡഡ് എറർ ആണ്. അല്ലെങ്കിൽ എന്താണ്, ഡെബിറ്റില് 50,000 തന്നെയാണ് എമൗണ്ട്. അപ്പോ ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്തിട്ടില്ല. ട്രയൽ ബാലൻസ് ടാലിയാണ്. ബട്ട് എററിലെ വന്നത് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ട്രേഡിംഗ് പി ആൻഡ് എൽ ഐറ്റം ആണ്. ഓക്കെ അല്ലേ? അസറ്റ് ആ വർഷം കൊണ്ട് തീർന്നു പോകുന്ന സാധനമാണോ? ആണോ? അല്ല. അപ്പോ അല്ലാത്ത പക്ഷം അസറ്റിനെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്, പർച്ചേസിനെ പി ആൻഡ് എൽ ആണ് കാണിക്കേണ്ടത്. അപ്പോ there is an error. അപ്പോ ഇങ്ങനെ ഉള്ള എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ വന്ന എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ? അടുത്തത് ക്ലറിക്കൽ എറേഴ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എറേഴ്സിന് എന്തെന്ന് പറയുന്നത്? ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ക്ലറിക്കൽ എറേഴ്സ്? ക്ലർക്ക്, അതായത് അക്കൗണ്ടന്റ് വരുത്തുന്ന എറേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. ക്ലറിക്കൽ എറേഴ്സിൽ രണ്ട് തരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് എറർ ഓഫ് ഒമിഷൻ. ഒന്നെന്താണ്? എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് എറർ ഓഫ് ഒമിഷനിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫുൾ ഒമിഷനും, രണ്ട് പാർഷ്യൽ ഒമിഷനും. എന്താണ് ഫുൾ ഒമിഷൻ? ഒരു എൻട്രി എഴുതാനേ വിട്ടുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അനിറ്റ ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിൽ അവിടെ മാനേജർ വന്ന് 100 രൂപ എടുത്തുകൊണ്ട് പോയി. അനിറ്റ അറിഞ്ഞില്ല, എഴുതിയില്ല. അപ്പോ ക്യാഷ് വിഡ്രോ ബൈ ദ ഓണർ ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ഓക്കെ, ഒരു എൻട്രി അതേപടി തന്നെ വിട്ടുപോയി. എന്ത് പറ്റി? എൻട്രി വിട്ടുപോയപ്പോൾ എന്ത് പറ്റിയിട്ടുണ്ട്? ഡെബിറ്റും ഇല്ല, ക്രെഡിറ്റും ഇല്ല. ട്രയൽ ബാലൻസ് എഗ്രി ആവും. ഡെബിറ്റിലും ക്രെഡിറ്റിലും വേറെ വേറെ എമൗണ്ടുകൾ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ട്രയൽ ബാലൻസ് എന്താവൂ? എഗ്രി അല്ലാതെ ആവുള്ളൂ. ഇവിടെ ട്രയൽ ബാലൻസ് എഗ്രി ആവും. അടുത്തത് പാർഷ്യൽ ഒമിഷൻ. എന്താണ് പാർഷ്യൽ ഒമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു ഭാഗം എഴുതി, ഒരു ഭാഗം എഴുതിയില്ല. നമുക്ക് നോക്കാം. അതായത് നമ്മൾ എന്ത് എഴുതി? സെയിൽസ് അക്കൗണ്ടിൽ 10,000 ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ എ എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും സെയിൽ ചെയ്തത്. അത് എയുടെ അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് എഴുതാൻ വിട്ടുപോയി. അപ്പോ സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തു, മറ്റൊടുത്ത് നമ്മൾ എന്ത് ചെയ്തില്ല? പോസ്റ്റ് ചെയ്തില്ല. അപ്പോ ഒരു സൈഡിൽ ക്രെഡിറ്റിൽ കൂടും, ഡെബിറ്റിൽ ഇല്ലാണ്ടാവും. അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറ്റും? ട്രയൽ ബാലൻസ് എഗ്രി ആവില്ല. ഓക്കെ, അപ്പോ ക്ലറിക്കൽ എറേഴ്സിൽ ഒന്നാമത്തത് എറർ ഓഫ് ഒമിഷൻ ആണ്. എറർ ഓഫ് ഒമിഷനിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഫുൾ ഒമിഷനും, രണ്ട് പാർഷ്യൽ ഒമിഷനും. ഫുൾ ഒമിഷനിൽ ഒരു എൻട്രിയെ, ഒരു ട്രാൻസാക്ഷനെ, ഒരു ഇവന്റെ വിട്ടുപോകും. അവിടെ ട്രയൽ ബാലൻസ് എഗ്രി ആവും. പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ ട്രയൽ ബാലൻസ് എഗ്രി ആവില്ല. കാരണം ഒരു സൈഡ് എഴുതും, ഒരു സൈഡ് എഴുതില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? യെസ്. അടുത്തത് ക്ലറിക്കൽ എറേഴ്സിൽ രണ്ടാമത്തത്. എറർ ഓഫ് കമ്മീഷൻ. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന തെറ്റുകൾ നമുക്ക് നോക്കാം. അതിലൊന്ന് കുറെ രീതിയിലുള്ള തെറ്റുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കും. നമ്മളുടെ കയ്യിൽ ഉണ്ട്. റൈറ്റിംഗ് റോങ് എമൗണ്ട് ഇൻ ദ സബ്സിഡിയറി ബുക്ക്. റൈറ്റിംഗ് റോങ് എമൗണ്ട്
സബ്സിഡിയറി ബുക്ക്. സബ്സിഡിയറി ബുക്ക് എന്ന് പറഞ്ഞാൽ ജേണലിന്റെ ഒപ്പം നമ്മൾ എഴുതുന്ന എമൗണ്ട് ആണല്ലേ. ആ ഒരു സബ്സിഡിയറി ബുക്കിൽ എന്ത് എഴുതി വെച്ചു? 5000 രൂപ പർച്ചേസ് ചെയ്തു. 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഫ്രം എക്സിന്റെ കയ്യിൽ നിന്ന് 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അതിനെ 500 എന്ന് എഴുതി വെച്ചു. അതിനെന്ത് എഴുതി വെച്ചു? 500 എന്ന് എഴുതി വെച്ചു. അപ്പോ നമ്മൾ സബ്സിഡിയറി ബുക്കിൽ 500 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് അക്കൗണ്ടിലേക്കും 500 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എക്സിന്റെ അക്കൗണ്ടിലേക്കും എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 500 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോ അതെന്താണ്? ട്രയൽ ബാലൻസ് എഗ്രിയാവും. കാരണം സബ്സിഡിയറി ബുക്കിൽ എഴുതുന്നതാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. സോ ട്രയൽ ബാലൻസ് എഗ്രിയാവും. ട്രയൽ ബാലൻസ് എഗ്രിയാവും. ഒരു ദിവസം വൈകുന്നേരം സഫ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ്, സഫ അക്കൗണ്ടന്റ് ആണ് ഒരു വലിയ കമ്പനിയിലെ, സഫ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു 10000 രൂപയുടെ സെയിൽ നടക്കുന്നത്. സഫ വീട്ടിൽ പോകാനുള്ള ധൃതിക്ക് ബാഗിലേക്ക് കുപ്പിയൊക്കെ കയറ്റി വെച്ച് ഇറങ്ങാൻ വേണ്ടി ബാഗ് തോളത്തിട്ടപ്പോഴാണ് എന്ത് വരുന്നത്? 10000 രൂപയുടെ സെയിൽ എടുക്കുന്നത്. സഫ എന്ത് ചെയ്തു? 10000 എഴുതിയത് വേഗം 1000 ആയി പോയി. ഓക്കെ, അപ്പോ സഫ എന്തെന്ന് എഴുതി? ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് 1000 എന്ന് എഴുതി. 1000 എന്ന് എഴുതി. അപ്പോ എന്ത് പറ്റും? ബുക്കിൽ മാറ്റം വരും. പക്ഷെ ട്രയൽ ബാലൻസ് എഗ്രി ആവും. കാരണം ഡെബിറ്റിലും 1000 ആണ്, ക്രെഡിറ്റിലും 1000 ആണ്. ഡെബിറ്റിലും 1000 ആണ്, ക്രെഡിറ്റിലും 1000 ആണ്. അറിയോ? ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്തത് കാസ്റ്റിംഗ് ദ റോങ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. ലെഡ്ജറിൽ റോങ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് എഴുതി വെക്കുക. ലെഡ്ജറിൽ റോങ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് എഴുതി വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ നടത്തി. എ എന്ന് പറയുന്ന ആൾക്കാണ് സെയിൽ നടത്തിയത്. ഏസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്. 10000. ഓക്കെ, സഫ വൈകുന്നേരം ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ സെയിൽ നടന്നത്. അപ്പോ സഫ ഉള്ളില് പ്രാഗിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സെയിലൊക്കെ നടത്തുന്നത്. ഇവന് വരാൻ കണ്ട നേരം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോ ഏന്ന് സഫ അടിച്ചപ്പോ എ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എയുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു വെച്ചു? എയുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു വെച്ചു. എയുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു വെച്ചു. ഓക്കെ, അപ്പോ തെറ്റിപ്പോയില്ലേ? എ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? എനെ ഡെബിറ്റ് ചെയ്തു. അവിടെ ഒരു എറർ സംഭവിച്ചു. പക്ഷെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ഈക്വൽ ആണ്. സോ ട്രയൽ ബാലൻസ് എഗ്രി ആവും. അറിയോ? ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ബൈ 8000 ഇൻസ്റ്റെഡ് ഓഫ് എസ് അക്കൗണ്ട്. എയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം എയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ്. മൂന്നാമത്തത് റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡിയറി ബുക്ക്. സബ്സിഡിയറി ബുക്കിൽ എമൗണ്ട് എഴുതിയത് മാറിപ്പോയി. അതായത് ട്രയൽ ബാലൻസ് എഗ്രി ആവില്ല. കാരണം എമൗണ്ട് ടോട്ടൽ ചെയ്തത് മാറിപ്പോയി. കാസ്റ്റിംഗ് ടോട്ടലിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ, ടോട്ടൽ ചെയ്തത് മാറിപ്പോയി. അതായത് ബിൽസ് റിസീവബിൾ ബുക്ക് സബ്സിഡിയറി ബുക്കാണെന്ന് നമ്മൾ പറഞ്ഞു. 1,05,000 എടുത്തു. എന്തിനു പകരം? 1,05,000 പകരം. അപ്പോ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലേക്ക് എത്രയാ പോയത്? 1,05,000 ആണ് പോയത്. 1,05,000 പോയത്. ടോട്ടൽ ചെയ്തപ്പോൾ നമ്മൾ വിട്ടുപോയി. ടോട്ടൽ ചെയ്തപ്പോൾ മാറിപ്പോയി. നമ്മളെ ട്രയൽ ബാലൻസ് എഗ്രി ആവില്ല. ഒരു സൈഡിൽ മാത്രമേ എറർ വന്നിട്ടുള്ളൂ. അപ്പൊ ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ഓക്കെ ആണോ? ട്രയൽ ബാലൻസിൽ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അത് ടോട്ടലിംഗിൽ വന്ന എറർ ആണ്. ആ എറർ കൊണ്ട് എന്ത് ചെയ്യില്ല? ട്രയൽ ബാലൻസ് ടാലി ആവില്ല. അടുത്തത് ഡി, പോസ്റ്റിംഗ് ദ റോങ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. ഓക്കെ, ലെഡ്ജറിൽ റോങ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു. ട്രയൽ ബാലൻസ് എഗ്രി ആവില്ല. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ്. എന്ത് ചെയ്തു? അങ്ങനെയാണ് എൻട്രി വരേണ്ടത്. കറക്റ്റ് എൻട്രി വരേണ്ടത് ക്യാഷിന് ക്യാഷ് സെയിൽസ് നടന്നു. അതിന് പകരം എന്ത് ചെയ്തു? സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റഡ് ബൈ 800 ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ബൈ 8,800. അതായത് നമ്മൾ സെയിൽസ് അക്കൗണ്ടിനെ കറക്റ്റ് ആയിട്ട് എഴുതി, അല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ടിനെ 800 എന്ന് എഴുതി, അല്ലെങ്കിൽ 8000 എന്ന് എഴുതി. സെയിൽസ് കറക്റ്റ് ആയിട്ട് എഴുതി. ക്യാഷ് അക്കൗണ്ടിൽ എന്തെന്ന് എഴുതി? 8,800 എന്ന് എഴുതി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഇങ്ങനെ ഒരു എൻട്രി ഇട്ടു. 8,800 ടു സെയിൽ
ടു സെയിൽസ് 8000. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ 800 കൂടുതൽ വന്നു അല്ലെ. അപ്പൊ ട്രയൽ ബാലൻസ് ടാലി ആവോ ഇല്ലയോ? ട്രയൽ ബാലൻസ് ടാലി ആവോ ഇല്ലയോ? ട്രയൽ ബാലൻസ് ടാലി ആവോ? ഡെബിറ്റ് സൈഡിൽ ഒരു 800 ട്രയൽ ബാലൻസിൽ കൂടുതൽ നിൽക്കും ഈ എറർ മാത്രം ഉള്ളെങ്കിൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. അടുത്തത് പോസ്റ്റിംഗ് ആൻ എമൗണ്ട്. ഈ പോസ്റ്റിംഗ് ആൻ എമൗണ്ട് ഓൺ ദ റോങ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിന്റെ റോങ് സൈഡിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് എഴുതി വെച്ചു. ട്രയൽ ബാലൻസ് ആവില്ല. നമുക്ക് നോക്കാം. എൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നെഴുതി. സെയിൽസ് എന്നെഴുതി 10,000 ആണ് എമൗണ്ട് എന്ന് വിചാരിക്കുക. എല്ലിന്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിന് പകരം എല്ലിന്റെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. സെയിൽസ് അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് എഴുതി. സെയിൽസ് അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് എഴുതി. എന്ത് പറ്റും? ക്രെഡിറ്റ് സൈഡിൽ 2 എൻട്രിയും വന്നു അല്ലെ. ക്രെഡിറ്റ് സൈഡിൽ വന്നു, തെറ്റിപ്പോയി. ഓക്കെ, തെറ്റിപ്പോയി. അപ്പൊ ട്രയൽ ബാലൻസ് എഗ്രി ആവില്ല. ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അടുത്തത് റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് റോങ്ലി ബാലൻസ് ചെയ്യാൻ പോവാണ്. ഒരു അക്കൗണ്ട് കൂട്ടിയപ്പോൾ തെറ്റിപ്പോയി. ട്രയൽ ബാലൻസ് എഗ്രി ആവില്ല. നമുക്ക് നോക്കാം. ബാലൻസ് ഓഫ് ഫർണിച്ചർ ഈസ് ടേക്കൺ ആസ് 7,000 ഇൻസ്റ്റെഡ് ഓഫ് 3,000. 3000 ആയിരുന്നു ഫർണിച്ചറിന്റെ ഡെബിറ്റ് ബാലൻസ്. 3000 ആയിരുന്നു. അതിന് പകരം നമ്മൾ എന്തെന്ന് എഴുതി? 7000 എന്ന് എഴുതി. ഓക്കെ, അപ്പോ ഡെബിറ്റിൽ എത്ര കൂടുതൽ ഉണ്ടാവും? 4,000 ഡിഫറൻസ് ഉണ്ടാവും. ഡെബിറ്റിൽ എത്ര കൂടുതൽ ഉണ്ടാവും? 4,000 ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത്? അതെ, എനിക്ക് മാത്രം ഓക്കെ ഉള്ളൂ. ജോയലിന് സുൽത്താന, വിഷ്ണു, യെസ്. ഓക്കെ, അപ്പോ അടുത്തത് നമുക്ക് നോക്കാം. കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. മൂന്നാമത്തെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് എറർ. മൂന്നാമത്തെ എറർ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സപ്പോസ് അനിറ്റ എന്ന് പറയുന്ന അക്കൗണ്ടന്റ് ആണ്. കേട്ടോ, അക്കൗണ്ടന്റ് ആണ്. അനിറ്റ ജോലിക്ക് കയറിയ കമ്പനിയിൽ അനിറ്റ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊല്ലം ട്രയൽ ബാലൻസ് എടുത്തപ്പോൾ അനിറ്റ ട്രയൽ ബാലൻസ് എടുത്തപ്പോൾ there is a difference in ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റിൽ 1,000 രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് കൂടുതലാണ്. 1,000 രൂപ കൂടുതലാണ്. അപ്പോ അനിറ്റ് നോക്കിയപ്പോ കുറച്ച് 2 ദിവസം ഇരുന്ന് നോക്കി 1000 രൂപയ്ക്ക് വേണ്ടി അനിറ്റ് നോക്കിയപ്പോ ഒരു രക്ഷയില്ല. അനിറ്റ് എന്ത് ചെയ്തു? ക്രെഡിറ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റിൽ 1000 കുറവാണെന്നാണ് അർത്ഥം അല്ലെ. ഡെബിറ്റിൽ 1000 കുറവാണെന്നാണ് അർത്ഥം. അപ്പൊ ഡെബിറ്റിൽ ഒരു അക്കൗണ്ടിന് അനിറ്റ് അങ്ങോട്ട് കണ്ടുപിടിച്ചു. ഫർണിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അങ്ങോട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് അനിറ്റ ചുറ്റും നോക്കി ആരെങ്കിലും നോക്കണ്ടോ ഞാൻ എൻട്രി ഇടുന്നതെന്നൊക്കെ നോക്കി. എന്നിട്ട് അനിറ്റ കൊടുത്തിട്ട് ഒരൊറ്റ എൻട്രി അങ്ങോട്ട് ഇട്ട് വെച്ചു. 1000 രൂപ ഫർണിച്ചറിൽ അങ്ങോട്ട് കൂട്ടി കാണിച്ചു. അപ്പൊ എന്ത് പറ്റി? ഡെബിറ്റും 1000 രൂപ കൂടി. അപ്പൊ എന്തായി? ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായി അല്ലെ. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായി. ക്രെഡിറ്റിൽ വന്ന ഒരു തെറ്റിന് പകരമായിട്ട്, ഒരു എററിന് പകരമായിട്ട് ഒരു എറർ എവിടെ സംഭവിച്ചു? ക്രെഡിറ്റിൽ അനിറ്റ എഴുതി ചേർത്തു. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഒരു എററിന് പകരം വേറൊരു എറർ. ഓക്കെ, ട്രയൽ ബാലൻസ് ടാലിയായി. അനിറ്റയ്ക്ക് സന്തോഷമായി, അനിറ്റയുടെ ഓണർ സന്തോഷമായി, അല്ലെങ്കിൽ ഓഡിറ്റർക്കും സന്തോഷമായി അല്ലെ. അപ്പോ സന്തോഷത്തിന് വേണ്ടി ഒരു എററിന് മറ്റൊരു എറർ ഉണ്ടാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. 2 or more mistakes which compensate the effect of each other on trial balance. Okay, ട്രയൽ ബാലൻസിലെ ഒരു എററിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 2 or 2-ലധികമോ എറേഴ്സ് ഒരുമിച്ച് സംഭവിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് എഗ്രി ആവും അല്ലെ. ട്രയൽ ബാലൻസ് എഗ്രി ആവാത്തത് കൊണ്ടാണ് 1000 രൂപ ആര് കള്ളത്തരം കാണിക്കേണ്ടി വന്നത്? അനിറ്റ കള്ളത്തരം കാണിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നോക്കാം. എക്സസ് ഡെബിറ്റ് ഓഫ് 1,000 in furniture account and make an excess credit to sales account. ഓക്കെ ആണോ? 1000 രൂപ ക്രെഡിറ്റിൽ കൂടുതലുള്ളതിന് ഡെബിറ്റിൽ നമ്മൾ 1000 രൂപ ചേർത്ത് വെച്ചു. അറിയോ? ഓക്കെ, ഇനി അടുത്തത്
അടുത്തത് ഹൗ ടു റെക്ടിഫൈ, എങ്ങനെ റെക്ടിഫൈ ചെയ്യും, എങ്ങനെ റെക്ടിഫൈ ചെയ്യും നമുക്ക് നോക്കാം. എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നത്, വാട്ട് ഈസ് ദ റോങ് എൻട്രി, റെക്ടിഫൈ ചെയ്യണേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ആദ്യം നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിളിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ, നമ്മൾ എന്ത് എൻട്രി ടു പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 10,000 നമ്മൾ എന്ത് ചെയ്തു, അസറ്റ് വാങ്ങിയതിന് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നൊരു എൻട്രി ഇട്ട് വെച്ചു. അപ്പോ തെറ്റ് എൻട്രി എന്താണ് നമ്മൾ ഇട്ട് വച്ചിരിക്കുന്നത് എന്ന പൂർണ്ണമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ എൻട്രി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അടുത്തത് വാട്ട് വിൽ ബി ദ റോങ് എൻട്രി, അല്ല വാട്ട് വിൽ ബി ദ കറക്റ്റ് എൻട്രി. ആദ്യം നമ്മൾ റോങ് എൻട്രി കണ്ടുപിടിച്ചു. വാട്ട് വിൽ ബി ദ കറക്റ്റ് എൻട്രി, ഇതിന്റെ കറക്റ്റ് എൻട്രി എന്തായിരുന്നു വേണ്ടത്, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 50,000 ഇങ്ങനെയായിരുന്നു വേണ്ടത്. അതിന് പകരം ആ മണ്ടൻ അക്കൗണ്ടിന്റെ എന്ത് എഴുതി വെച്ചത്, പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് എഴുതി വെച്ചത്. ഓക്കെ, ഇനി റിമൈൻ ദ കറക്റ്റ് പാർട്ട് ഇൻ ദ റോങ് എൻട്രി. ഓക്കെ, റോങ് എൻട്രിയിലെ കറക്റ്റ് ഭാഗം നമ്മൾ അവിടെ തന്നെ വച്ചേക്കണം. ഓക്കെ, റോങ് എൻട്രിയിലെയും കറക്റ്റ് എൻട്രിയിലെയും കറക്റ്റ് ഭാഗം ഏതാണ്, ടു ക്യാഷ് അല്ലേ. അതിനകത്ത് ഒരു തെറ്റുമില്ല. ടു ക്യാഷ് എന്ന് എഴുതിയേക്കുന്നത് റോങ് എൻട്രിയിൽ എഴുതിയേക്കുന്നതും അതായിരുന്നു കറക്റ്റ് തന്നെ വരേണ്ടത് അല്ലേ. അതിനകത്ത് ഒരു തെറ്റുമില്ല. അതിനവിടെ അങ്ങനെ തന്നെ നിർത്തിയേക്കാം, അതിനവിടെ അങ്ങനെ തന്നെ നിർത്തിയേക്കാം. ടു ക്യാഷ് അതിനവിടെ അങ്ങനെ തന്നെ നിന്നോട്ടെ, അതിനെ തൊടണ്ട കേട്ടോ. എമൗണ്ട് പോലും വ്യത്യാസമില്ല, അതിനെ തൊടണ്ട. അടുത്തത് എലിമിനേറ്റ് ദ റോങ് പാർട്ട് റോങ് എൻട്രി. ഓക്കെ, റോങ് എൻട്രിയിലെ നുഴഞ്ഞു കയറി നിൽക്കുന്ന അവനെ നമുക്ക് ഒഴിവാക്കി കളയണം. ആരാണ് റോങ് എൻട്രിയിൽ ഒരാവശ്യമില്ലാതെ വന്ന് ഇരിക്കുന്നത്, പർച്ചേസ് ആണല്ലേ, അവനെ അങ്ങോട്ട് എറിഞ്ഞു കളയണം. ഓക്കെ, എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിനെന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അതിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ക്രെഡിറ്റ് അങ്ങോട്ട് വച്ചു കൊടുത്താൽ മതി അല്ലേ. ഒരു ക്രെഡിറ്റ് അങ്ങോട്ട് വച്ചു കൊടുത്താൽ മതി. ടു പർച്ചേസ് 50,000 എന്ന് ഇട്ട് കഴിഞ്ഞാൽ അവന്റെ വഴിക്ക് ഓടും. അവനെ പിന്നെ കാണാനുണ്ടാവോ, ഡെബിറ്റിൽ ഒരു 50,000 ഉണ്ട്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അവന്റെ വഴിക്ക് പൊക്കോളും അല്ലേ. അപ്പോ ഇത് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്തതായിട്ട് ചെയ്യേണ്ടത്. എലിമിനേറ്റ് ദ റോങ് പാർട്ട് ഇൻ ദ റോങ് എൻട്രി. റോങ് എൻട്രിയിലെ റോങ് പാർട്ടിനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ആഡ് നെസസറി പാർട്ട് ഓഫ് കറക്റ്റ് എൻട്രി. കറക്റ്റ് എൻട്രിയിൽ വരേണ്ടവൻ ആരാണ്, അസറ്റ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അവനെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അവനെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ആണ് വരേണ്ടത്. അപ്പൊ ഡെബിറ്റ് ചെയ്താൽ മതി. അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 50,000, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 50,000. ഓക്കെ ആണോ, ഓക്കെ ആണോ, ഓക്കെ ആണോ, ഓക്കെ ആണോ, ഓക്കെ ആണോ. ഇനി അടുത്തത് യൂസ് സസ്പെൻസ് അക്കൗണ്ട് വെൻ നെസസറി. ഇവിടെ സസ്പെൻസ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. അസറ്റ് സൈഡിൽ എന്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എന്തിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, 50,000 അസറ്റ് അക്കൗണ്ടിനെ ഇൻസേർട്ട് ചെയ്യണം. ആരെ എലിമിനേറ്റ് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ടിനെ എലിമിനേറ്റ് ചെയ്യണം 50,000. ഓക്കെ, ഓക്കെ, അപ്പോ നമ്മളുടെ എൻട്രി ആയി. ദിസ് ഈസ് കോൾഡ് റെക്ടിഫിക്കേഷൻ എൻട്രി. ഇതിനാണ് എന്തെന്ന് പറയുന്നത്, റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്, റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോ യൂസ് സസ്പെൻസ് അക്കൗണ്ട് വെൻ നെസസറി. സസ്പെൻസ് അക്കൗണ്ട് ആവശ്യമുള്ളപ്പോ, ആവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ട്രയൽ ബാലൻസ് ഡസ് നോട്ട് എഗ്രി, ഓപ്പൺ സസ്പെൻസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസ് എഗ്രി ആകാത്ത എറേഴ്സ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സസ്പെൻസ് അക്കൗണ്ടിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഡെബിറ്റിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, ക്രെഡിറ്റിൽ കുറവുണ്ട്. അപ്പോ ആരുമില്ലാത്ത ഡെബിറ്റിന് കൂട്ടായിട്ട് ക്രെഡിറ്റിൽ ആര് വരുന്നത്, സസ്പെൻസ് അക്കൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോ ആരുമില്ലാത്തവർക്ക് കൂട്ടാണ് ആര്, സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ആരുമില്ലാത്തവർക്ക് കൂട്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ട്രയൽ ബാലൻസ് എഗ്രി ആവാത്ത സമയങ്ങളിലാണ് സസ്പെൻസ് അക്കൗണ്ടിന്റെ ആവശ്യകത വരുന്നത്. വൈ ടു റെക്ടിഫൈ. ഓക്കെ, എന്തിനാണ് റെക്ടിഫൈ ചെയ്യുന്നത്, എന്തിനാണ് റെക്ടിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വൈ ടു റെക്ടിഫൈ. റെക്ടിഫൈ എന്തിനാണ് ചെയ്യുന്നത്, എറേഴ്സ് ഷുഡ് ബി റെക്ടിഫൈഡ് ടു ഷോ എ ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ, ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് നോട്ട് ടു മിസ്ലീഡ് ദ ഡിസിഷൻ മേക്കർ. ഓക്കെ, അതായത് എറർ റെക്ടിഫൈ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, അത് രണ്ടിനും ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവ രണ്ടും സത്യസന്ധമായിട്ട്, ട്രൂ ആയിട്ട്, ഫെയർ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് എറേഴ്സ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്.
ഓക്കെ, ആൻഡ് നോട്ട് ടു മിസ്ലീഡ് ദ ഡിസിഷൻ മേക്കറിനെ മിസ്ലീഡ് ചെയ്യാതിരിക്കാൻ പർച്ചേസ് കൊണ്ടുവന്ന അസറ്റിൽ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? വിൽക്കാൻ വേണ്ടി മേടിച്ച സാധനമാണ് അല്ലെ. അതിനെ കൊണ്ടുവന്ന് പർച്ചേസിനെ കൊണ്ടുവന്ന് അസറ്റിൽ എഴുതി വെച്ചു എന്ന് വയ്ക്കുക. ഓക്കെ, പി ആൻഡിലൊന്നും തെറ്റില്ല, അല്ല പി ആൻഡിലല്ല, ട്രയൽ ബാലൻസ് എഗ്രി ആവും. പക്ഷെ എന്ത് പറ്റി? പർച്ചേസ് ആയിരുന്നു, അതിനെ അസറ്റ് ആക്കി. ഓക്കെ, അപ്പൊ ഒരാൾ വരികയാണ്, അയാൾ നോക്കിയപ്പോൾ ഇവിടെ ഈ 10 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ടോ? ചെറിയ കമ്പനിയാണെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപ അസറ്റ് ഉണ്ടോ എന്ന് വിചാരിച്ച അയാൾ മിസ്ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എറേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, അസറ്റും എക്സ്പെൻസും രണ്ടാണ് അല്ലെ. എക്സ്പെൻസ് പോയതാണ്, അസറ്റ് പോയി കഴിഞ്ഞാലും പൈസ പോയി കഴിഞ്ഞാലും കയ്യിൽ ഒരു സാധനം ഉണ്ടാവും അല്ലെ, അപ്പോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അസറ്റ് ആൻഡ് പർച്ചേസ്. അപ്പോ പർച്ചേസ് അസറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ദർ ഇസ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ട്രയൽ ബാലൻസ് ടാലി ആവുക എന്നുള്ളത് മാത്രമല്ല അക്കൗണ്ടിങ് ശരിയാണ് എന്ന് പറയാനുള്ള അടിസ്ഥാന കാര്യം. ഓക്കെ, ഇനി വെൻ ടു റെക്ടിഫൈ, എപ്പോഴാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്? റെക്ടിഫൈ ചെയ്യേണ്ടത് 3 സമയങ്ങളിലാണ്. അതിൽ ഒന്നാമത്തത് റെക്ടിഫൈയിങ് ഇൻ ദ സെയിം ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ. സപ്പോസ് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ റെക്ടിഫിക്കേഷൻ നടത്തി, നമ്മൾ ഒരു അക്കൗണ്ട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എറർ ട്രേസ് ചെയ്തു. അങ്ങനെ നമുക്ക് റെക്ടിഫിക്കേഷൻ ചെയ്യാം. ആദ്യത്തെ സമയം എന്ന് പറയുന്നത് റെക്ടിഫൈയിങ് ഇൻ ദ ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എറർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എറർ റെക്ടിഫൈ ചെയ്യാം. സസ്പെൻസ് അക്കൗണ്ട് എപ്പോഴാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നമ്മൾ മേളിൽ പറഞ്ഞു. എപ്പോഴാണ് ഓപ്പൺ ചെയ്യേണ്ടത്? ട്രയൽ ബാലൻസ് ആവുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ കൂടുതലുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മൾ എറർ കണ്ടുപിടിക്കുന്നതെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. അടുത്തത് രണ്ടാമത്തത് റെക്ടിഫൈയിങ് ഇൻ ദ സെയിം ഇയറിൽ തന്നെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. ബട്ട് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എറർ ട്രേസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ട്രയൽ ബാലൻസ് ടാലി അല്ല എങ്കിൽ എന്ത് ഓപ്പൺ ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പറഞ്ഞത് ഓക്കെ ആണോ? അടുത്തത് റെക്ടിഫിക്കേഷൻ ഇൻ ദ സബ്സീക്വന്റ് ഇയർ. മൂന്നാമത്തത് പറയുന്നത് റെക്ടിഫിക്കേഷൻ ഇൻ ദ സബ്സീക്വന്റ് ഇയറിൽ എങ്ങനെ റെക്ടിഫിക്കേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സബ്സീക്വന്റ് ഇയറിൽ എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്? ഇഫ് ഇൻകം ഓർ എക്സ്പെൻസ് അക്കൗണ്ട്, അതായത് സബ്സീക്വന്റ് ഇയർ എന്ന് വെച്ചാൽ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എറേഴ്സ് ട്രേസ് ചെയ്യുന്നത് എങ്കിൽ 2024-25 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓഡിറ്റ് ചെയ്ത് സൈൻ ചെയ്തൊക്കെ വച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് 2025-26 നമ്മുടെ റണ്ണിങ് ആണെന്ന് വിചാരിക്കുക. അവിടെ വച്ചാണ് 24-25 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ എറർ കണ്ടുപിടിക്കുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റെക്ടിഫിക്കേഷൻ ഇൻ സബ്സീക്വന്റ് ഇയേഴ്സ്. ഓക്കെ, അടുത്ത കൊല്ലമാണ്, ഈ കൊല്ലത്തെ എറർ അടുത്ത കൊല്ലമാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഈ കൊല്ലത്തെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റെക്ടിഫിക്കേഷൻ ഇൻ സബ്സീക്വന്റ് ഇയേഴ്സ്. സബ്സീക്വന്റ് ഇയറിൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇൻകം ഓർ എക്സ്പെൻസ് അക്കൗണ്ട് അവരെന്തെന്നാ പറയുന്നത്? നോമിനൽ അക്കൗണ്ട്സ് എന്നാ പറയുന്നത്. ഈസ് അഫക്റ്റഡ് ബൈ ദ എറർ. സബ്സീക്വന്റ് ഇയറിൽ എറർ ട്രേസ് ചെയ്തു, ആ എറർ സംഭവിച്ചിരിക്കുന്നത് ഇൻകം ഓർ എക്സ്പെൻസ് അക്കൗണ്ടിലാണ് അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ടിലാണ് എങ്കിൽ, ആൻഡ് ഈസ് റെക്ടിഫൈയിങ് ഇൻ ദ സബ്സീക്വന്റ് ഇയർ, അത് റെക്ടിഫൈ ചെയ്യുന്നത് സബ്സീക്വന്റ് ഇയറിലാണെങ്കിൽ ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ത്രൂ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, അത് P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫോർ നോട്ട് അഫക്റ്റിംഗ് ദ കറന്റ് ഇയർ പ്രോഫിറ്റ്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിളിലേക്ക് നമ്മൾ വരികയാണ്. അതായത്
റോങ് എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 50,000 ടു ക്യാഷ് 50,000. കറക്റ്റ് എൻട്രി എന്തായിരുന്നു പറയേണ്ടത്? അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 50,000. ഓക്കെ അല്ലേ? ആ, റെക്ടിഫിക്കേഷൻ എൻട്രി നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ, രണ്ടിടത്തും കറക്റ്റ് ഉള്ള ആൾ അവിടെ തന്നെ നിർത്തിയേക്ക, തൊടണ്ട. അടുത്ത എന്താണ്? ഇവിടെ റോങ് എൻട്രിയിൽ എലിമിനേറ്റ് ചെയ്യേണ്ട ആളെ, അയാൾ ഡെബിറ്റ് ആണ് ഇവിടെ കിടക്കുന്നത്, എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ അയാളെ ക്രെഡിറ്റ് ചെയ്യണം 50,000. അയാളെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി കറക്റ്റ് എൻട്രിയിൽ ആഡ് ചെയ്യേണ്ട ആളെ ഡെബിറ്റിലാണ് വരേണ്ടത്, അപ്പൊ ആഡ് ചെയ്യണമെങ്കിൽ അയാളെ ഡെബിറ്റ് തന്നെ ചെയ്യണം 50,000. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മളുടെ റെക്ടിഫിക്കേഷൻ എൻട്രി വരേണ്ടത്. ഇത് സബ്സീക്വന്റ് ഇയറിലാണ് എങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ നോമിനൽ അക്കൗണ്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അസറ്റ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് അല്ല, ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ല. പർച്ചേസ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്, ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? യെസ് സർ. ഓക്കെ ആണ്. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സീക്വന്റ് ഇയറിലാണ് റെക്ടിഫിക്കേഷൻ എങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് എന്ന് ഡയറക്റ്റ് അല്ല എഴുതേണ്ടത്, പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. കാരണം അത് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ പ്രോഫിറ്റിനെ അതിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ് എഴുതാൻ പോകുന്നത്. അറിയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ഒരു കാര്യം ഇവിടെ എഴുതാൻ വിട്ടുപോയ, അല്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടില്ലാത്ത ഒരു കാര്യം പറയാനുള്ളത്, പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന് എന്തെങ്കിലും ബാലൻസ് ഉണ്ട് എങ്കിൽ ആ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. ആ ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്തെങ്കിലും, പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് നിൽക്കുന്നുണ്ട് എങ്കിൽ ദാറ്റ് ബാലൻസ് ഷുഡ് ഹാവ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആ ബാലൻസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ?